അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ സതയുടെ. അപ്പോൾ നമ്മളെല്ലാ മന്തും ഏതെങ്കിലും ഒരു വീക്കെൻഡിൽ നമ്മൾ പത്തനംതിട്ടയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ വീട് പത്തനംതിട്ടയാണ്. അപ്പം ഇവളുടെ അച്ചാമ്മയുടെ അടുത്ത് അമ്മ കാത്തിരിക്കും ഇവളെ. അപ്പോൾ എല്ലാ വീക്കെൻഡിലും നമ്മൾ ശ്രമിക്കാറുണ്ട് ഒരു വീക്കിൽ വീട്ടിൽ പോകാനായിട്ട്. അപ്പം ട്രെയിൻ കാത്ത് നമ്മൾ നിൽക്കുകയാണ്. നമ്മളെപ്പോഴും പോകുമ്പം കുറച്ച് മുൻകൂട്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ടൈമിൽ പോകാറില്ല. നമ്മൾ ഇച്ചിരി നേരത്തെ പോകാറുള്ളൂ. കുഞ്ഞിനെ കൊണ്ട് പോകുന്നതല്ലേ, ചാടി ഇറങ്ങി ധൃതി വെച്ചൊന്നും നമ്മൾ ട്രാവൽ ചെയ്യാറില്ല മാക്സിമം. പിന്നെ അത്ര വഴക്കാളിയൊന്നും അല്ല. അവൾ ഫുൾ ഹാപ്പിയാണ്. അവൾക്കുള്ള കളിപ്പാട്ടം പാല് ഒക്കെ കൊടുത്ത് അവളെ ഫ്രീ ആക്കി നമ്മൾ കംഫർട്ടബിൾ ആക്കി ക്യാരി ചെയ്യുവാണെങ്കിൽ അവൾക്കൊരു വഴക്കും ഇല്ലാതിരിക്കും. അവൾ നമ്മുടെ കൂടെ തന്നെ ജോളി ഫുള്ളായിട്ടിരിക്കും. അങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ പേടിച്ച് കരയിലൊന്നും ഇല്ല. അവരുടെ കയ്യിലൊന്നും പോകത്തില്ല, പക്ഷേ ആൾക്കാരെ കാണുമ്പോഴാണ് പേടി, അയ്യോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആരുടെയും കൈ പോകത്തില്ല, നമ്മുടെ കയ്യിലേ ഇരിക്കുകയുള്ളൂ. നമ്മുടെ കൈ ഇരുന്നുകൊണ്ട് ആൾക്കാരെ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അല്ല വേറെ ആരുടെയും കൈ പോയിട്ടുള്ളതില്ല. അപ്പോൾ ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്താലും എൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്വാഡൽസ് ഒരു ടവൽ ഞാൻ എപ്പോഴും ക്യാരി ചെയ്ത്, ഒരു കോട്ടൺ ടവലാണ്. ഇത് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ്. നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഇവൾ ഉറങ്ങുവാണെങ്കിൽ കിടത്താനോ അല്ലെങ്കിൽ ഇവൾക്കൊന്ന് പാല് കൊടുക്കണമെങ്കിലോ ഇവളൊന്ന് കവർ ചെയ്യാനായിട്ടൊക്കെ ഈ സ്വാഡൽസ് വളരെ ഉപകാരമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ ആശാട്ടിയുടെ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റതാണ്. അപ്പോൾ ഇറങ്ങാറായി. അച്ഛനെ കണ്ട് ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവളെ എപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവൾ അറ്റൻഷൻ സീക്കറാണ്. ഒക്കെ എപ്പോഴും അറ്റൻഷൻ വേണം. നമ്മളെപ്പോഴും ഇവളെ ശ്രദ്ധിച്ച് ഇവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇല്ലാത്ത പക്ഷം കരയും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പത്തനംതിട്ടയിലേക്ക് നമ്മൾ പിന്നെ ബസ്സും കൂടെ കയറിയാണ് പോകുന്നത്. അപ്പം 2 ട്രെയിനും ബസ്സും കയറിയിട്ടാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ ഫുള്ള് ഇവളെ എൻഗേജ്ഡ് ആക്കി ഇരുത്തണം. ആദ്യം ഞാൻ കുപ്പിയിൽ പാലെടുക്കും. നമ്മൾ കുപ്പി പാലെടുക്കുമല്ലോ, അങ്ങനെ എടുക്കും. നമുക്ക് അപ്പം തന്നെ ചെന്നപ്പോൾ ഉടനെ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ബസ്സും ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെ കാര്യം പാല് ഞാൻ പമ്പ് ചെയ്ത് കുപ്പിയിലാക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം പാൽ കുടിക്കാൻ നമുക്ക് ഇപ്പം നേരിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ബോട്ടിൽ വഴിയാണ് പാൽ കൊടുക്കാറ്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കും. വഴക്കുണ്ടാക്കരുത്. ഇത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ ആഹാരം കഴിക്കുകയാണ് അമ്മ കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് നമ്മൾ വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറുക്ക് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു കൺവെൻഷൻ നടന്നിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അച്ചാമ്മയുടെ കയ്യിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇരിക്കുന്നത് കേട്ടോ. എപ്പോഴും അമ്മ ഫുൾ ടൈം ഇവളെ പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആണ്, സത്യം പറഞ്ഞാൽ അതൊരു ഉപകാരമാണ്. അപ്പോൾ അമ്മ സതയെ കളിപ്പിക്കുകയാണ് ഓരോന്ന് കാണിച്ച്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കൈ ഇരിക്കുന്നതിൽ കൂടുതലും ഇവൾ അമ്മയുടെ കയ്യിൽ കംഫർട്ടബിളാണ്. പാല് കുടിക്കണം അല്ലെങ്കിൽ വിശക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ എൻ്റെ കയ്യിൽ വരണമെന്നുള്ളൊരു വാശിയുള്ളത്. അല്ലാത്ത പക്ഷം അമ്മയുടെ കയ്യിൽ അവൾ കളിച്ച് ചിരിച്ചിരുന്നോളും, വഴക്കൊന്നുമില്ല. അത് നമ്മൾ കൺവെൻഷനിൽ മീൻ, കിളികൾ അതൊക്കെയാണ് ഉള്ളത്, മോസ്റ്റ് ഓഫ് ഉള്ളത്. അപ്പം അതൊക്കെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇതെന്താണ് പരിപാടി എന്നറിയാതെ. ഇവളതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. കൺവെൻഷൻ പോണത് പരിപാടിക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവൾ ആദ്യമായിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ ഓരോന്ന് നിന്ന് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊരു റാബിറ്റ് സെക്ഷനാണെന്ന് തോന്നുന്നു. അതൊക്കെ കണ്ടിട്ട് മനസ്സിലായി. ഉറങ്ങുമല്ല അവൾക്കിതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല ഇതെന്താണെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ കുറച്ച് പാമ്പ്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതെന്തോ ഒരു കോഴി, എന്താ കോഴിയെന്നൊന്നും എനിക്കറിയില്ല. ഇതാ ഞാൻ പറഞ്ഞ പാമ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കതൊന്നും അവൾക്ക് എന്തുവാണെന്ന് പോലും മനസ്സിലായില്ല. അപ്പോൾ അവൾ പാമ്പുകൾ, പക്ഷികൾ അങ്ങനെയൊക്കെ കാണുകയാണ്. അപ്പോൾ നമ്മൾ നടന്നു പോയപ്പോഴാണ് ഈ പാമ്പുകളെ കണ്ടത്. അവൾക്ക് എന്താണ്, അവളത്ര ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. കാണുന്നു എന്തുവാണെന്നുള്ളൊരു അത്ഭുതം മുഖത്തുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ചാട്ടമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുള്ളിക്കാരി സന്തോഷമൊക്കെ വരുമ്പോൾ ഉണ്ട്, അതൊന്നും ഇല്ലായിരുന്നു.
അപ്പോൾ അവിടെ ചേട്ടൻ പറയുന്നുണ്ട് കയ്യിലൊക്കെ വെച്ച് തരാം എന്നൊക്കെ. നമുക്ക് പേടിയായതുകൊണ്ട് നമ്മൾ അതിനൊന്നും സമ്മതിച്ചില്ല. പിന്നെ മുമ്പോട്ട് നടന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ഡമ്മി അതുപോണക്ക് ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ നമ്മളിങ്ങോട്ട് നടന്നു പോയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഫാനിലൊന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി നിന്നാണ്. ആ ചേട്ടൻ വാങ്ങുമെന്ന് എന്തോ വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് നമുക്ക് തന്നു. പക്ഷെ നമുക്ക് വാങ്ങാൻ അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളുടെയൊക്കെ വില ചോദിച്ചു. പക്ഷെ നമ്മളങ്ങനെ വാങ്ങിച്ചൊന്നും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെ സാധനങ്ങൾ വാങ്ങത്തില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അതൊക്കെയാണ് മെയിൻ മോട്ടോ. അല്ലാതെ ഇതൊക്കെ നോക്കും. ആ കാര്യം ഇവിടെയൊക്കെ ഇച്ചിരി വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്, കമ്പയർ നമ്മളല്ലാത്ത സ്റ്റോറിൽ പോകുമ്പോൾ. അപ്പം അതുമല്ല, നമ്മളങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാനുള്ളൊരു ഇൻറ്റൻഷനിലല്ലല്ലോ വരുന്നത്, നമുക്ക് കറങ്ങുക എന്നുള്ളതാണല്ലോ. അപ്പം നമ്മൾ എന്നാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തോ നമുക്കത് റീസണബിൾ റേറ്റായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ പിന്നെ അവിടെ ഫുഡ് പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കഴിക്കുക എന്നുള്ളതാണ് മെയിൻ നമ്മുടെ ഇത് മോട്ടീവ്. അല്ലാത്ത ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം അമ്മ ചായ വാങ്ങിച്ചു കുടിച്ചു. അതിന് മുമ്പേ ഞാൻ ഗോൾ കപ്പ ഉണ്ടല്ലോ, ഞാനത് കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ കുഞ്ഞിനെ പിടിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ ചായ കുടിക്കാൻ നേരം ഞാൻ വന്ന് അവളെ പിടിച്ച് കൈ വെച്ച്.